ഇത്തവണ അത്തം മുതൽ 10 ദിവസം 10 റെസിപ്പീസ് എനിക്ക് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കണമെന്ന് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കത് സാധിച്ചില്ല. നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ഒരു പക്ഷേ നമുക്ക് നടത്തിയെടുക്കാനായിട്ട് പറ്റില്ല എന്ന് വരും. എന്തായാലും ഇത്തവണ ഓണത്തിന് നമ്മളെല്ലാവരും ഇഞ്ചിമ്പുളി ഉണ്ടാക്കാറുള്ളതാണ്. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഇഞ്ചിമ്പുളിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് ഒരു 2 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞാൽ 1/2 ടീസ്പൂണോളം ഉലുവ ചേർത്ത് കൊടുക്കാം. ഒരു പിടിയിലധികം വറ്റൽമുളകും അതുപോലെ തന്നെ ആവശ്യത്തിൽ കുറച്ച് കൂടുതലായിട്ട് കറിവേപ്പിൻ്റെ ഇലയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് 100 ഗ്രാം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്ത് ഇതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന വരെ നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം. 50 ഗ്രാം പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞതാണ് ഇനി ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. ഇതും നല്ല രീതിയിൽ നമുക്ക് വഴറ്റി ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്ന വരെ തന്നെ വെയിറ്റ് ചെയ്യണം. രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിച്ചെടുക്കണം. ഇഞ്ചിയും പച്ചമുളകും നന്നായിട്ട് മൂത്ത് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് 2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് വഴറ്റി മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് എരിവിന് ആവശ്യമായിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കണം. ഏകദേശം ഒരു 3 ടീസ്പൂണോളം മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമുക്ക് പച്ചമുളകും ഇഞ്ചിയും അത്യാവശ്യത്തിന് എരിവ് നൽകുന്നതാണ്. അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് മാത്രം മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. ഇനി നമ്മൾ ഒരു 200 ഗ്രാമോളം പുളി നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുരുവൊക്കെ മാറ്റി അരിച്ചതിന് ശേഷമാണ് പുളി പിഴിഞ്ഞ വെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം ഒരു 2.5 കപ്പോളം വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ കുറേശ്ശെ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. നല്ല ചൂടായിട്ട് മുരിഞ്ഞു കിടക്കുന്ന ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും മിക്സിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. രണ്ടാമത്തെ കപ്പും നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു 2.5 കപ്പാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമ്മൾ കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. എപ്പോഴായാലും നമ്മുടെ കറിക്കായാലും ഇതുപോലെയുള്ള വിഭവങ്ങൾക്കായാലും രുചി കൂട്ടാനായിട്ട് കല്ലുപ്പ് ചേർത്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഉപ്പ് ആവശ്യത്തിൽ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു കഷ്ണം കായം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ 1/2 അച്ച് ബെല്ലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഏകദേശം 1/2 കിലോനോളം ബെല്ലം ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബെല്ലം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് നന്നായിട്ട് ഇഞ്ചിമ്പുളി ഒന്ന് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇതെൻ്റെ റെസിപ്പി അല്ല, അമ്മയുടെയാണ്. അമ്മ പറയുന്നത് കേട്ട് അതുപോലെ ഞാൻ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. അവസാനമായിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഏലക്കായും പഞ്ചസാരയും ചേർത്ത് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇഞ്ചിമുളിയുടെ കളറൊക്കെ മാറി നല്ലൊരു ബ്ലാക്ക് കളറിലേക്ക് മാറിയിട്ടുണ്ട്. ഏകദേശം ഒന്നും കൂടി കുറുകി വന്നു കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫാക്കി കൊടുക്കാം. ഇനി ഇത് ചൂടാറുന്നതിനനുസരിച്ച് ഒന്നും കൂടി കട്ടിയായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇത്തവണ ഓണത്തിന് എല്ലാവരും ഈ ഒരു ഇഞ്ചിമുളി ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കല്ലേ.